ഹലോ ഹായ് ദിസ് ഇസ് മീ സാത്താൻ. ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ വേറെ ഏതെങ്കിലും വള്ളി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കുക കാര്യങ്ങളൊന്നും അല്ല. ഇത് നമ്മൾ നമ്മുടെ സൊസൈറ്റി സംസാര വിഷയമാക്കേണ്ടുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. ആൻഡ് എൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്യാൻ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ഏതെങ്കിലും മണ്ടന്മാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദയവ് ഇത് സ്കിപ്പ് ചെയ്ത് പോവുക. അതായത് മണ്ടന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അന്ധമായ ചില കാര്യങ്ങൾ മനസ്സിൽ തലയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്ന ആളുകളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ബോധമുള്ള ആൾക്കാർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ചാൽ സൈന സൗത്ത് പ്ലസിലാണെങ്കിൽ നമ്മുടെ നടികർ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു 5-6 ദിവസം മുന്നേ നമ്മുടെ ടൊവിനോ ചേട്ടനൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. അപ്പം സൈന സൗത്ത് പ്ലസിൽ കൊടുത്തുള്ള ആ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു 2 മിനിറ്റ് പോർഷൻ ടൊവിനോ ചേട്ടൻ സംസാരിക്കുന്നുണ്ട്. 2-2.5 മിനിറ്റുള്ള ഒരു പോർഷൻ, അത് മാത്രമേ ഞാനിവിടെ വെക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും സാധാരണ ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലൊരു പബ്ലിക്കിൽ വന്നിട്ട് ഇത്തരം ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മതത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തൊട്ടും തൊടാതെ അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് മാനേജ് ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ പോയില്ല എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ സാധനം കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണ്. കാര്യം അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് ഇത്രയും ലൈംലൈറ്റിൽ നിൽക്കുന്ന ആളുകൾ വന്നൊരു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് വേണം. പക്ഷേ ടൊവിനോ ചേട്ടൻ തൊട്ടും തൊടാതെ എന്നുള്ള രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഈ ഒരു ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള രജനീഷ് എന്ന് പറയുന്ന ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ആങ്കറിങ് കാര്യങ്ങൾ, പുള്ളിയുടെ വേ ഓഫ് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഒക്കെ അടിപൊളിയാണ്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു പോർഷൻ ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം. പ്രഭുവിന്റെ മക്കൾ പോലെ ഒരു പടം അഭിനയിക്കുന്ന സമയത്ത് അത് സജീവൻ അന്തിക്കാടിനെ പോലെ ഒരു യുക്തിവാദിയായിട്ടുള്ള മനുഷ്യനാണ് അത് ചെയ്യുന്നത്. ആ സമയത്ത് ടൊവിനോ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത്. ആ സമയത്ത് ആ സിനിമയുടെ ആശയത്തോട് എന്തെങ്കിലും കൂറുണ്ടായിരുന്നു? ഇപ്പൊ ടൊവി ഒരു ലെഫ്റ്റ് നിലപാടുകൾ എടുക്കുന്ന ഇടത് നിലപാട് എന്ന് വെച്ചാൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഇടത് നിലപാട് ക്ലാരിറ്റിയോട് കൂടി പറയാം. ഇടത് പാർട്ടിക്കാരനല്ല നമ്മള്. പിന്നെന്താ വെച്ചാൽ അങ്ങനെ ഇന്ന നിലപാട് ഒരേ നിലപാട് അങ്ങനെ ഉള്ളതിനേക്കാളും ഡിഫറെന്റ് സിറ്റുവേഷൻസിൽ നമുക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളൊരു ഒപ്പീനിയൻ പറയുന്ന സമയത്ത് നമ്മുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതിനേക്കാളും ഏത് പക്ഷത്താണെന്ന് അങ്ങനെയാണ് ആൾക്കാർ അതിനെ ചിന്തിക്കുകയും ഓക്കെ ഇന്ന ഒപ്പീനിയൻ പറഞ്ഞ സ്ഥിതിക്ക് ഇയാൾ ഈ പക്ഷക്കാരനായിരിക്കും എന്ന് ചിന്തിക്കുക. സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഏതൊരു വിഷയം വന്നോട്ടെ, ഇപ്പം എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു വിഷയം എന്തെങ്കിലും വന്നെന്നിരിക്കട്ടെ, നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ പിടിച്ച് കോൺഗ്രസോ BJP ആക്കി കളയും. ഇപ്പം BJPയുടെ എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ആക്കി കളയും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനെ കൊണ്ട് പല ആൾക്കാർക്കും കഴിയാറില്ല. കാരണം എന്താണ്, അവർ അന്ധമായിട്ട് ഈ രാഷ്ട്രീയം മതം ഈ സാധനമൊക്കെ തലയിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്കിത് കഴിയാത്തത്. ഓക്കെ, നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പറയുന്ന നമ്മുടെ നിലപാടുകൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ തലയ്ക്ക് പിടിച്ചതുകൊണ്ടാണ്. ഇപ്പം ഞാൻ മതം കൂടെ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. നമ്മളിപ്പം മതത്തിൻ്റെ എന്തെങ്കിലും വിഷയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ട്, റോങ് നമ്പറുകളെ പറ്റിയിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് നീ ഈ മതത്തിനോട് ഇങ്ങനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു മതത്തിനോട് പ്രശ്നമുണ്ട്. ഇതേ ആളുകൾ തന്നെ ഞാനാണെങ്കിൽ എല്ലാ മതത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും റോങ് നമ്പറുകളെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. അപ്പം എൻ്റെ മതത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ വന്ന് പറഞ്ഞാൽ ഞാൻ ഏത് മതത്തിലാണോ ഫിക്സ് ആയിട്ട് ഇരിക്കുന്നത്, അതായത് എൻ്റെ രേഖകളിൽ ഞാൻ ഏത് മതത്തിലാണോ ഉള്ളത് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആളുകൾ ഓക്കെ ഫൈൻ. പക്ഷെ ഞാൻ മറ്റൊരു മതത്തിനെ പറ്റി പറയുമ്പോഴത്തേക്കിന് ഇവർ പറയും നീ എന്താണ് നിൻ്റെ മതത്തെ പറ്റി പറയാത്തത്, അപ്പം നീ ആ ഒരു മതത്തിൻ്റെ വിരോധിയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയം പറയുമ്പോഴും ഇതേ രീതിയിലുള്ള ഒരു സാധനങ്ങൾ തന്നെയാണ്. അപ്പം നമ്മൾ പറയുന്ന നിലപാടുകളല്ല, അവർക്ക് ഏത് പക്ഷമാണ് എന്നുള്ള ആ ഒരു കൂട്ടിനകത്ത് ആക്കാനാണ് പല ആളുകൾക്കും വെമ്പൽ കൊള്ളുന്നത്. അത് കൂടുതലും ഈ കമൻറ്റ് ബോക്സുകളിലാണ് വരുന്നത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയാം. അപ്പം ബാക്കി കൊണ്ടൊന്ന് ഞാൻ പ്ലേ ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എൻ്റെ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ എന്നെ ഞാൻ കൊങ്ങിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ കമ്മിയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞ സന്ദർഭങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ട്, നല്ലതാ. പക്ഷെ എന്താ വെച്ചാൽ ഒരു സീസണിൽ ഇത് ഇങ്ങനെ അങ്ങനെ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് പറയുന്ന സമയത്ത് ആ പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ ഏത് പക്ഷക്കാരാണോ അതേ സിമിലർ ഒപ്പീനിയൻ പറയുന്നത് ആ പക്ഷത്താണ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുകയാണ്. പക്ഷെ അതിനേക്കാളും ഞാൻ നിഷ്പക്ഷനാണ് തീർച്ചയായിട്ടും. ആ നിഷ്പക്ഷത എന്ന് പറയുന്നത് ഇടത് ആശയങ്ങളോടുള്ള താല്പര്യം, അതിനകത്ത് ഒരു നിഷ്പക്ഷതയുടെ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് ഇടത് ആശയങ്ങളോട് നമുക്ക് താല്പര്യമുള്ളത്. ഓക്കെ, ടൊവിനോ ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യമുണ്ട്, ഇടത് ആശയങ്ങളിലാണെങ്കിൽ ഒരു നിഷ്പക്ഷത ഉണ്ട് എന്നുള്ളത് കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആളുകൾക്കറിയാം എനിക്ക് കമ്മ്യൂണിസത്തിലെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ ആശയങ്ങളോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുണ്ട്. ഒപ്പം
കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളോട് എനിക്ക് താല്പര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ആശയങ്ങളും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ, കാരണം ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് നമുക്ക് താല്പര്യമുണ്ട്, പക്ഷേ ഈ ആശയങ്ങളാണോ ഇവിടെ ചെയ്യുന്ന ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ ചെയ്യുന്നത്? പിണറായി സർക്കാരിനെ പോലുള്ള ആൾക്കാർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ റെപ്രസെൻറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് സത്യം പറഞ്ഞാൽ വിവരക്കേട് ആയിട്ടേ നമുക്കിത് തോന്നുകയുള്ളൂ, ഇവർ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ. അപ്പം ഇവരെന്തിനാണ് ഇവർ ഈ ഏകാധിപത്യം കാണിക്കുക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇവർ ആശയങ്ങളും ഈ പാർട്ടിയുടെ ആശയവും ഇവരുടെ പ്രവർത്തനവും രണ്ടും രണ്ട് ദിക്കിലാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ വളരെ മോശമാകുമ്പോൾ ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ അടിപൊളിയാണ്. ഓക്കെ, പക്ഷേ കമ്മ്യൂണിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ എനിക്കൊരു വിയോജിപ്പുള്ളൊരു സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള കാര്യം, നമ്മളെ ഒരാൾ തല്ലിക്കഴിഞ്ഞാൽ മറുകരണവും കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇവിടെ നമുക്കൊരു തല്ല് കിട്ടിയാൽ നമ്മൾ തിരിച്ച് തല്ലുക തന്നെ വേണം, എന്നാലേ നമുക്ക് ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. കാരണം ഇത് ലോകം ഉണ്ടായ തൊട്ടുള്ള കാലത്തുള്ളൊരു നിയമം തന്നെയാണത്. കാരണം മറ്റൊരാൾ നമ്മളെ വേദനിപ്പിച്ചാൽ അയാളെ തിരിച്ച് വേദനിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ജീവിച്ച് പോകാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ തല്ല് മൊത്തം വാങ്ങിക്കൂട്ടിയിട്ട് അവസാനം മൂഞ്ചി തെറ്റി എവിടെയെങ്കിലും ഇരിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, BJP എന്ന് പറയുന്നൊരു പാർട്ടിയോട് എനിക്ക് പേഴ്സണലി ഭയങ്കര എന്താ പറയുക, എനിക്കൊരു വിയോജിപ്പാണ്. ഒരിക്കലും എനിക്ക് ആ ഒരു പാർട്ടി അംഗീകരിക്കാൻ കഴിയില്ല. ഈ അടുത്ത് പ്രകാശ് രാജ് അദ്ദേഹം ആക്ടർ വന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ BJP എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതെയാക്കണം എന്നുള്ള രീതിയിൽ. കാരണം എനിക്ക് ഭയങ്കര ആ ഒരു കാര്യത്തോട് ഭയങ്കര ഒരു അനുകൂലിക്കാനാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വർഗീയത മാത്രം ഏറ്റവും കൂടുതൽ വിറ്റ് കാശാക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. നമ്മുടെ കേരളത്തിൽ അത്രയും വളരെ കുറവാണ്. അപ്പം കേരളത്തിലെ ആൾക്കാരുടെ അടുത്ത് ഇത് പറയുമ്പോഴത്തേക്കിന് അവർ വിചാരിക്കും നീ എന്തിനാ ഞങ്ങളുടെ BJP പറയുന്നത്, ഞങ്ങളുടെ RSSനെ പറയുന്നത്, സംഘിയെ പറയുന്നത് എന്നുള്ള രീതിയിൽ. നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്ക് കുറച്ച് ബുദ്ധിയും വിവരവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഈ പറയുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാര്യം നമ്മുടെ BJPയിലുള്ള ആൾക്കാരൊന്നും ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാക്കാറില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുമ്പോഴോ ഈ BJPയിലുള്ള ആളുകൾക്ക് തന്നെ അറിയാം അവിടെ കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളാണെന്നും തോന്നിവാസങ്ങളാണെന്നും ഒക്കെ. ഓക്കെ, പിന്നെ അന്ധമായിട്ട് ഈ പാർട്ടികളെയൊക്കെ വിശ്വസിച്ച് ഇവർ വർഗീയതയാണ് കാണിക്കുകയെന്ന് മനസ്സിലാക്കിയാൽ നോർത്തിലൊക്കെ ഇത്തരം പല കാര്യങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ ഇതിനെയൊക്കെ പിന്നെ ഇവിടെ ജസ്റ്റിഫൈ ചെയ്യാൻ പല ആളുകൾ നടക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ കുറവോ കാര്യങ്ങളോ ഒന്നുമല്ല. അത് നിങ്ങൾ ഇത് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഇവിടെ പല ആളുകൾക്കും ഇല്ല. അപ്പോ ആ സിനിമ ചൂസ് ചെയ്യുന്ന സമയത്ത് അത്തരം ഒരു ആശയത്തിനോട് ഉണ്ട്. ആശയം എനിക്ക് മനസ്സിലായി പലതും. അതിനകത്ത് പറഞ്ഞ പല കാര്യങ്ങളും ഡയലോഗുകളും ഒക്കെ തെളിവില്ല എന്നുള്ളതാണ്, ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് നമുക്കത് സെൻസ് പറഞ്ഞ പോലെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ഇപ്പം നമ്മൾ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും പറയും നീ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നതെന്ന് പറയും. കാര്യം ഞാൻ ഇത് ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ സാധനങ്ങൾക്ക് നിരന്തരം അടിച്ചുവിടാറുള്ള സാധനമാണ്. കാര്യം ഞാൻ ഇപ്പം എപ്പോഴും പറയാനുള്ള സാധനമാണ് ദൈവം. ഇപ്പം ടോവിനോ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമില്ല എന്നുള്ള അല്ലെങ്കിൽ തെളിവില്ല എന്നുള്ളതാണ് ദൈവമില്ല എന്നുള്ളതിനുള്ള തെളിവ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് തന്നെയാണ് ഞാനും നിങ്ങളുടെ അടുത്ത് ചോദിക്കാറുള്ളത്. ദൈവത്തിൽ നിങ്ങൾ പല ആളുകളും വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വാസങ്ങൾ നല്ലതാണ്. ആത്മീയതയുടെ പാതയിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ശാന്തി സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളത് ചെയ്യണം. പക്ഷേ ഈ വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ ദൈവം എന്നുള്ള ഒരു എലമെൻറ്റ് ഇട്ടുകൊണ്ട് പല കാര്യങ്ങളും റോങ് നമ്പറുകൾ ഇവിടെ കാണിച്ചു കൂട്ടുമ്പോൾ അത് നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ വിശ്വാസികളായിട്ടുള്ള തീവ്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ അപ്പോഴും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് പല ആളുകൾ വരും, ദൈവമുണ്ട് എന്ന് പറയും. കാര്യം ഞാൻ ഈ അടുത്തൊരു വീഡിയോ ചെയ്തായിരുന്നേ, ഈ അടുത്തല്ല ഒരു 2 മാസം ആയെന്ന് തോന്നുന്നു. ഒരു കൊച്ചു പയ്യനാണെങ്കിൽ തസ്മൈ ഗുരുജി എന്ന് പറയുന്ന ഒരു ഗുരുജിയുടെ അണ്ടറിലുള്ള ആ ഗുരുജി ഭയങ്കര കോമഡിയാണ്. ഞാൻ ഇതുവരെ വീഡിയോ പുള്ളിയുടെ ചെയ്തില്ല. പലരും എൻ്റെ അടുത്ത് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ ഞാൻ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു പയ്യൻ വന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഗണപതിയെ നേരിട്ട് കണ്ടു, പാർവതി ദേവി ഇതാണ്ട് ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഫുഡ് ആയിരുന്നു, ഞാൻ ഗണപതിയുടെ കൂടെ ആണെങ്കിൽ ക്രിക്കറ്റ് കളിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും കേൾക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും പൂഴ കൂടായ്പ ചെറുക്കൻ എന്തോ ഹാലുസിനേഷൻ എന്തോ വന്നതാണെന്നുള്ളത് മനസ്സിലാവും. പക്ഷേ അപ്പോഴും ഒരാൾ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനി അഥവാ ഇത്ര ചെറുക്കൻ ഇത്ര ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അഥവാ അങ്ങനെ ഒരു സത്യം ഉണ്ടായിരിക്കും, അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടായിരിക്കും എന്ന് ഒരാൾ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് നമ്മളൊരു 100 പേര് നിന്ന് ഒരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് 101ാമത്തവനാണെങ്കിൽ അവൻ വിശ്വസിക്കും. അങ്ങനെയുള്ള ജനതയാണ് നമ്മുടേത്. പിന്നെ നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, ബാക്കിയുള്ളൊരു ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇല്ല. അപ്പൊ നിങ്ങൾ 99% നിരീശ്വരവാദി, ഞാൻ 100% നിരീശ്വരവാദി എന്നുള്ള അതൊക്കെ എനിക്ക് ലോജിക്കലി കറക്റ്റ് ആയിട്ട് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ തീവ്ര മുസ്ലിം മത വിശ്വാസികളാണെന്ന് പറയേണ്ടതായിരിക്കും. അതായത് തീവ്ര മുസ്ലിം മത വിശ്വാസികൾ.
കാരണം ബാക്കിയുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. കാര്യം അവരുടെ ഒരു ഇതിലെന്താണ് പറയുന്നത്, ഏകദൈവ വിശ്വാസികളല്ലേ അവർ. അപ്പം ബാക്കിയുള്ള ദൈവങ്ങളിൽ അവർ വിശ്വസിക്കില്ല, അവരുടെ ആചാരങ്ങളിൽ ആചരിക്കില്ല, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയ നിരീശ്വരവാദി എന്ന് പറയുന്ന ആ മതവിഭാഗത്തിൽ പെടുന്ന ആളുകളല്ലേ. ഞാനാണെങ്കിലും പറയുന്നത് എനിക്ക് ദൈവവിശ്വാസി അല്ല എന്ന് പറയുന്നത് ഞാനൊരു നിരീശ്വരവാദി ആയതുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവവിശ്വാസം എന്ന് പറയുന്നതും വിശ്വാസം ഇല്ലായ്മ ഇങ്ങനൊരു സാധനത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്ന കൂടിയില്ല. ഓക്കെ, പണ്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ നിരീശ്വരവാദിയായിരുന്നു. ഇന്ന് ഞാൻ നിരീശ്വരവാദിയല്ല, വിശ്വാസിയല്ല. നിരീശ്വരവാദി എന്ന് പറയുന്നതും അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവമില്ല എന്ന് നമ്മൾ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളാണ് ഈ നിരീശ്വരവാദം എന്ന് പറയുന്നത്. അതൊന്നുമല്ല, ഒരു യുക്തിവാദം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതും ഈ പറയുന്ന പോലത്തുള്ള ഒരു ടൈപ്പ് ഓഫ് വിശ്വാസം തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറയുന്ന സാധനങ്ങളിലൊന്നുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ മാത്രമേ നമ്മൾ ഏതെങ്കിലും വിഭാഗത്തിൽ പെടുകയുള്ളൂ. നമ്മളിതിനെപ്പറ്റി ചിന്തിക്കാനേ പോകുന്നില്ല. നമ്മൾ മനുഷ്യൻ, എൻ്റെ മുന്നിൽ കാണുന്ന ഒരു മനുഷ്യൻ, ഈ ലോകം ഇങ്ങനെ കുറച്ചുള്ള എൻ്റെ ഒരു ഭയങ്കര വേറൊരു ചിന്താഗതി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ എലമെൻറ്റ്സ് വെച്ചുകൊണ്ട് പല ആളുകൾ സംസാരിക്കാറുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ചില സാധനങ്ങളുണ്ട്. എന്താ പറയുക, ഈ അടുത്ത് ഒരു അമ്പലത്തിൽ, ഈ സ്കൂളിലാണെങ്കിൽ വെളുപ്പാങ്കാലത്ത് അങ്ങാണ്ട് സ്കൂളിലെ ക്ലാസ് റൂമിൽ വെച്ച് ഗണപതി ഹോമം എന്തോ നടത്തി. അന്ന് മറ്റേ ജയ് ഗണേശിൻ്റെ ഈ ഒരു പ്രീ റിലീസിൻ്റെ ഭാഗമായിട്ടൊക്കെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ ഇതും കണക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ഒരു ചർച്ചാ വിഷയം ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സ്കൂളിലാണെങ്കിൽ ജീവിത തുള്ളിക്കൊണ്ട് ഉത്സവത്തിൻ്റെ ഘോഷയാത്ര സ്കൂളിൻ്റെ വരാന്തയിൽ കൂടെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ സ്കൂളുകളിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊന്നുമല്ല ദൈവം, മതം, ഭ്രാന്ത്, വിശ്വാസം, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. ഞാനൊരു കൺക്ലൂഷനായിട്ടൊരു സാധനം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഭൂമിയിലുണ്ടായിട്ടുള്ള എല്ലാ ജീവജന്തുക്കളെയും പോലെയുള്ള ഒരു ജന്തു വിഭാഗം മാത്രമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള, നമുക്ക് കുറച്ച് ചിന്തിക്കാൻ ബുദ്ധിയും വിവരവും ആയപ്പോഴത്തേക്കിന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ജീവിക്കാനെ കൊണ്ട് ഒരു ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന കുറേ സാധനങ്ങളാണ് മതം, വിശ്വാസം എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതിനെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയ വേറൊരു കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ബോധത്തിൽ വെച്ചേക്കുക. ഇത് നമ്മളുണ്ടാക്കിയ, നമ്മൾ ജനിച്ചതിന് ശേഷം ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണിത്. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദൈവം ഇത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചാവാതിരിക്കുക. ഓക്കെ, രാഷ്ട്രീയത്തിൻ്റെ കുറേ സാധനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ വരും. അപ്പോൾ ഈ അടുത്തൊരു കുട്ടി എൻ്റെ അടുത്ത് ഒരു സാധനം, ഞാനൊരു നരേന്ദ്രമോദിയുടെ ഒരു സാധനം ഇട്ടപ്പോഴത്തേക്കിനെ എൻ്റെ അടുത്ത് കുറേ ഇത് പറഞ്ഞു. മുസ്ലിം വിരോധിയായിട്ടുള്ളൊരു കുട്ടിയാണെന്ന് തോന്നുന്നു. ഭയങ്കര രീതിയിൽ മുസ്ലിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ചേട്ടൻ ഹിന്ദു അല്ലേ, അപ്പോൾ ഹിന്ദുത്വത്തിൽ അങ്ങനെ വിശ്വസിക്കേണ്ടത്, നമ്മുടെ രാജ്യമല്ലേ എന്നൊക്കെ ഇങ്ങനെയൊക്കെ എന്തോ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. ഞാനൊരു ജസ്റ്റ് ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു ഹ്യൂമൻ ബീയിങ് ആണോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആണോ എന്ന് ചോദിച്ചു. ചേട്ടനോട് തർക്കിക്കാൻ ഞാൻ ആളില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടി നേരെ പോവുകയാണുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. വർഷം 2024 ആയടി, ഇതൊക്കെ മാറണപടി.